ഏതാണ്ട് ഒരു 2007 മുതൽ കഴിഞ്ഞ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത യുദ്ധത്തിൻ്റെ പര്യവസാനമായിരുന്നു നമുക്ക് അവസാനമായിട്ട് പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ആണെന്നുള്ള കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. അതിനെതിരെ പാട്രിയാർച്ച് ഫാക്ഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലിൽ ഈ കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിന്, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഹർജി ബോധിപ്പിച്ചു. ആ ഹർജി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തള്ളി വിധിയായി. അതിനെ തുടർന്ന് പാട്രിയാർച്ച് ഫാക്ഷന് നമ്മുടെ ഈ പള്ളിയിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന് അവർ നിയമം കയ്യിലെടുത്ത് ബലമായിട്ട് പള്ളിയിൽ കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇവിടെ ഒരു നിയമലംഘനം ഉണ്ടാക്കി പ്രശ്നം വഷളാക്കാനായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാക്കുകയും പലതവണ ചർച്ചകൾ ഉണ്ടായിട്ടും യാതൊരു രീതിയിലും വഴിപ്പെടാതെ കോടതി വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പിൽ മുട്ടുമടക്കി വിധി നടത്തി തരാനായിട്ട് ഉള്ള അവരുടെ ആ ഒരു വിധി നടത്താനുള്ള ആ സാധ്യത, അതുപോലെ വിധി നടത്തി തരും എന്നുള്ള ഉറപ്പ് ഇന്ന് രേഖാമൂലം നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. 15 ദിവസത്തെ സാവകാശം മാത്രമാണ് സർക്കാർ ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ വിധി നടപ്പാക്കി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മാത്രമല്ല, ഈ ഒരു പള്ളി മാത്രമല്ല, നമ്മുടെ മറ്റു പല പള്ളികളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയും നമ്മൾക്ക് വിധി നടപ്പാക്കി കിട്ടാനുള്ള ഗവൺമെന്റിന്റെ സഹകരണം അത്യാവശ്യമാണ്. ആയതുകൊണ്ട് ഈ വിധി, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഈ ഉത്തരവ് നമ്മൾ 2 കൈ കൊണ്ട് സ്വീകരിക്കുക. 15 ദിവസത്തെ സമയം ഗവൺമെന്റിന് കൊടുക്കുക. അതിനുശേഷം തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ ഉത്തരവ്, കോടതി ഉത്തരവ് നടപ്പാക്കി തരും. നമുക്ക് കോടതി ഉത്തരവ് നമുക്ക് വളരെയേറെ സന്തോഷത്തോടെ, വളരെയേറെ സ്നേഹത്തോടെ ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കി കിട്ടുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത്, ഈ ഗവൺമെന്റിന്റെ ഉത്തരവ് എല്ലാവർക്കും ഗുണകരമാണ്. യാതൊരു രീതിയിലും നമ്മുടെ കേസിനെ ബാധിക്കപ്പെട്ടതല്ല എന്ന് നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കും.